ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദ്യം തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രചന ചോദിക്കേണ്ട, മോനെ ആദി നീ എവിടെ പോയതായിരുന്നു? ഞാൻ മൊബൈലിന്റെ കവർ മാറ്റാൻ വേണ്ടി പോയതാ മമ്മി എന്ന് പറയാണ്. ആ സമയത്ത് ആദ്യം ചോദിക്കേണ്ടല്ല, ആകാശങ്ങളൊന്ന് ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് പോയില്ലേ? ഇല്ലട മോനെ, അതെ ക്യാൻസൽ ആയി പോയി എന്ന് പറയാണ്. ആകാശം ഒന്ന് സൂക്ഷിച്ച് ആദ്യം നോക്കുന്നുണ്ട്. ആ സമയത്ത് രചന ചോദിക്കണ്ടല്ല, മോനെ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട മമ്മി, ഞാൻ കഴിച്ചിട്ടാ വന്നത് എന്ന് പറഞ്ഞിട്ട് ആദ്യം മുകളിലേക്ക് കയറി പോവാണ്. ആ സമയത്ത് ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവനെന്താ എന്നെ ഒരുമാതിരി നോക്കണത്, ഇനി ഇവന് വല്ല സംശയം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആകാശ് കേട്ടോ. ആ സമയത്ത് രചന പറയുന്നുണ്ട്, ഷോ ഈ സുമി എന്താ ഇന്ന് വരാത്തത്? ഇന്ന് ഞാൻ അവൾ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ നേരത്തെ വന്നത്. ആ സമയത്ത് അവൾ ഇവിടെ ഇല്ല. ആകാശ് പറയുന്നുണ്ട്, അതിന് അവൾ ഇന്ന് ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ, അതാ ഞാൻ നോക്കണത്, അവൾ എന്താ ഇന്ന് വരാത്തത്? ഞാൻ അവിടെ മൊബൈലിൽ വിളിച്ചു നോക്കി, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയാണ്. ആ, ചിലപ്പോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയതായിരിക്കോടോ, എന്നാലും അവൾ ഇവിടെയും പറയാണ്ട് പോവാറില്ല. ആ, ചിലപ്പോ അവളുടെ പഴയ ഓഫീസിലേക്ക് എങ്ങാനും പോയെങ്കിലോ. എന്തുണ്ടെങ്കിലും അവൾ പറയാതെ പോവില്ല, അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും അയച്ചാനെ. എന്താണാവോ? അതെന്തെങ്കിലൊക്കെ ആവട്ടെ, സുമി ചെറിയ കുട്ടിയൊന്നുമില്ലല്ലോ, തിരിച്ചു വന്നോളും എന്ന് ആകാശ് പറയാണ്. അതിനുശേഷം ആകാശ് നേരെ മുകളിലേക്ക് പോവാണ്. സുമി എന്തായാലും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ആ പാറക്കെട്ടിന്റെ ഇടയിൽ പോയിട്ട് ആര് കണ്ടുപിടിക്കാണ് സുമിയുടെ ഡെഡ് ബോഡി? അതുകൊണ്ട് ആകാശ് സേഫ് ആണ്, സമാധാനത്തോടെ ഇരിക്കുകയാണ്. ആകാശ് ഒരു ബുദ്ധി തോന്നുകയാണ്. എന്തായാലും ആദിനെ വേണമെന്ന് പറഞ്ഞിട്ട് മഹേഷും ഇഷിതയും കേസ് കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് മുമ്പ് ഒരു ചെറിയൊരു ഡോസ് ഇഷിതക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ആകാശ് കേട്ടോ. ആകാശ് മഞ്ജുമേനെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ എന്ന് മഞ്ജുമ പറയുമ്പോൾ, ഹലോ ഞാൻ ആകാശാണ്. ആ, പറയൂ സർ. എന്താ സർ എന്നെ വിളിച്ചത്? എനിക്ക് മഞ്ജുവിനെ കൊണ്ട് ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. അയ്യോ സർ, ഞാൻ എന്ത് ചെയ്യാനാ സാറിനെ കൊണ്ട് എന്ന് പറയുമ്പോഴേക്കും, അതൊക്കെ ഉണ്ട്, മഞ്ജുമക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം മഞ്ജുമ ചെയ്യുകയാണെങ്കിൽ മഞ്ജുമനെ ഞാൻ പണം കൊണ്ട് മൂടും. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. തീർച്ചയായിട്ടും മഞ്ജുമക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ടിട്ടാണല്ലോ ഞാൻ വിളിച്ചത്. ശരി, ആകാശ് സാർ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് മഞ്ജുമ ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അവിടെ ഇഷിതയില്ലേ? ആ, ഉണ്ടല്ലോ. ആ, അതെ, അവരിപ്പോ കേസ് കൊടുത്തിരിക്കുകയാണല്ലോ, ആദിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട്. അതെ, കേസ് കൊടുത്തിരിക്കുകയാണ്. ആ, അതെ മഞ്ജുമ, ഒരു കാര്യം ചെയ്, ഇഷിതടുത്ത് പോയിട്ടെ ഞാൻ പറഞ്ഞ പോലെ പറയണം എന്ന് പറയാണ്. ഞാൻ എന്താ സാർ പറയേണ്ടത്? അത് വേറൊന്നുമല്ല, ആദിക്ക് മഹേഷിന് ഒരു കുഞ്ഞുണ്ടാവണ വലിയ താല്പര്യമൊന്നുമില്ല. അവന്റെയും ചിപ്പിയുടെയും ആ ഒരു ഇഷ്ടം കുറഞ്ഞു പോകുന്ന പേടിയാണ് അവന്. അവനവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വല്ല ആപത്തും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സിനിമകളിൽ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ കാണാറില്ലേ? അതൊക്കെ അരച്ച് കലക്കി ഒന്ന് ഇഷിതടുത്ത് പറ, അവളൊന്ന് പേടിക്കട്ടെ. അവളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഭയം വേണം. ശരി, അത് ഞാൻ ഏറ്റു സർ. ആ, അങ്ങനെ ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി, ഞാൻ മഞ്ജുമയുടെ അക്കൗണ്ടിലേക്ക് നല്ലൊരു തുക ഇടും. ഓ താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ ഫോൺ വെക്കാണ്. ശേഷം ഇത് ഇഷിത അടുക്കളയിലായിരിക്കും കേട്ടോ. അവിടേക്ക് മഞ്ജുമ വരുന്നുണ്ട്. അതെ, നിങ്ങൾ ഇന്ന് വക്കീലിനെ കാണാൻ വേണ്ടി പോയിരുന്നോ? പോയിരുന്നു. എന്താ മഞ്ജുമ ചേച്ചി? അതെ, എനിക്ക് ഇഷിതടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം ഇവിടെ വരുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ ഇഷിതയുടെ കുഞ്ഞു വരുന്നതിന് മുമ്പ് ആദ്യം കൊണ്ടുവരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതെന്താ മഞ്ജുമ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഏ, ഒന്നുമല്ല, രചനയെ ഞാനും ഫോണിൽ സംസാരിക്കുന്ന കാര്യമൊക്കെ ഇഷിതൊക്കെ അറിയാലോ. ഓ, അതൊക്കെ നന്നായിട്ട് എനിക്കറിയാം. അല്ല എന്താ കാര്യം? അല്ല, രചന കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്നുണ്ടായിരുന്നു, ആദിക്ക് ഒരു കുഞ്ഞുവാവനെ വേണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന്. വേറൊന്നുമല്ല, മഹേഷിന് ആദ്യടുത്തും ചിപ്പിയെടുത്തുള്ള സ്നേഹം കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല, അവൻ അതിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്ന മുമ്പ് അവനിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, അല്ല കുഞ്ഞിനോ അവന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ വല്ല അപകടവും ചെയ്താലോ ഇഷിതേനോ കുഞ്ഞിനോ, അത് ഇഷിതേനെ കുഞ്ഞിനെ ബാധിച്ചാലോ? നമ്മൾ ഒരുപാട് സിനിമകളിൽ കാണാറില്ലേ, ഈ ചേട്ടന്മാരുടെ ആ ചേച്ചിമാരുടെ ഒക്കെ പൊസിറ്റീവ്നെസ് പുതിയൊരു കുഞ്ഞുവാ വരുമ്പോൾ അതിന്റെ പേരിൽ എന്തോരം കുഞ്ഞുങ്ങൾക്ക് ആ പലതും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, അതിനെ കൊണ്ടുവരുന്നത് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഇങ്ങനത്തെ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ട്. ഇഷിത സൂക്ഷിച്ചാ ഇഷിതക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മഞ്ജു വന്ന് പോവാണ്. നിഷിത അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഇനി അവനെങ്ങാനും അങ്ങനെങ്ങാനും ഉണ്ടാകോ? ആദ്യം അങ്ങനത്തെ ഒരു പയ്യനല്ല. പക്ഷേ മഞ്ജു വിശ്വ എന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. എന്നാലും പിന്നെ ഇഷിത അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് ഇരിക്കുക കേട്ടോ. വേഗം തന്നെ മഞ്ജുമ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആകാശിനെ ഫോൺ വിളിക്കുകയാണ്. ഹലോ ആകാശ് സാർ. ആ, എന്തായി മഞ്ജുമേ? ഞാൻ ഇഷിതടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവള് പെട്ടെന്ന് തന്നെ അത് വിശ്വസിച്ചു. ആണോ? അതെങ്ങനെ മഞ്ജുമക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ പാടെ തന്നെ അവള് കട്ടിലിരുന്ന് ഒരേ ആലോചനയാണ്. കൊള്ളാം മഞ്ജുമ, കൊള്ളാം. ഞാനേ ഒരു 50,000 രൂപ മഞ്ജുമയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ആണോ സാർ? ഇങ്ങനത്തെ വല്ല ഹെൽപ്പും ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ,
തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോൺ വെക്കാണ്. ആ സമയത്ത് രചന അവിടേക്ക് വരുന്നുണ്ട്. ആകാശ്, ഞാൻ സുമീനെ വിളിച്ചു, കിട്ടുന്നില്ല ഫോൺ. ഓ, അത് നാളെ എങ്ങാനും വിളിക്കാം, താൻ അത് പോയി കിടക്കാൻ നോക്ക് എന്ന് ആകാശ് പറയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ആകാശിന്റെ വീട്ടിലേക്ക് പോലീസുകാർ വരുവാട്ടോ. ആ സമയത്ത് ആകാശ് അവിടെ ഇല്ല. പോലീസ് വരുമ്പോൾ രചന ചോദിക്കണ്ട്, എന്താ സർ? അതെ, നിങ്ങളുടെ ഫ്രണ്ടാണോ സോമി? അതെ സർ. ആളിവിടെ ഇല്ലേ? സർ, അവളെ കാണാനില്ല ഇന്നലെ മുതൽ. ആഹാ, കാണാനില്ലാട്ടെ, എന്താ നിങ്ങൾ പരാതി ഒന്നും കൊടുക്കാത്ത? അല്ല, ഞാൻ വിചാരിച്ചു അവള് തിരിച്ച് അവളുടെ ഓഫീസിലേക്ക് അങ്ങനെ പോയി കാണുമെന്ന്. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതെയോ? അതെ, ഞാൻ നിങ്ങളായിട്ട് ഒരു ചെറിയൊരു സംഭവത്തിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പോകാണ്. എന്താ സർ? അതെ, നിങ്ങളുടെ ഈ സുമിത എന്ന് പറയുന്നൊരു പെണ്ണാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. പാറക്കല്ലിന്റെ താഴെയുള്ള ചെറിയൊരു പുഴ കടവ് പോലെ ഉണ്ട്. അവിടെ ഒരു ശവശരീരം കിട്ടിയിട്ടുണ്ട്. അത് ഈ സുമിതയാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ മോർച്ചറിയിലാണ് ഡെഡ് ബോഡി ഉള്ളത്. നിങ്ങൾ വന്നിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഈശ്വര, അത് സുമി ആയിരിക്കില്ല. സുമി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ, അത് ഒരിക്കലും ആത്മഹത്യയല്ല, ഒരു കൊലപാതക ശ്രമമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. നിങ്ങൾ വന്നിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യും എന്ന് പറയാണ്. രചന അപ്പൊ തന്നെ പോലീസുകാരുടെ കൂടെ വേഗം മോർച്ചറിയിലേക്ക് പോവാട്ടോ. അവിടെ പോകുമ്പോൾ മോർച്ചറിയിലേക്ക് കയറാണ് രചന. ഈശ്വര, അത് സുമി ആവലെ പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് രചന അകത്തേക്ക് കയറി. മോർച്ചറിയിൽ ആ ശവം അവർ കാണിച്ചു തരുമ്പോഴേക്ക് രചന ഞെട്ടിപ്പോവാണ്. അത് സുമി തന്നെയാണ് കേട്ടോ. അത് കാണുമ്പോൾ രചന തളർന്ന് വീടാണ്. പോലീസുകാർ ചോദിക്കണ്ടേ, ഇത് നിങ്ങളുടെ ഫ്രണ്ട് സുമി തന്നെയല്ലേ? അതെ, അവള് തന്നെയാണ്. ഈശ്വര, അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സർ. ഇത് വേറെ എന്തോ ആണ്. ആരും ഇവിടെ കൊന്നതാണ് സർ. അതെ, കൊന്നത് തന്നെയാണ്. അതിന്റെ കേസായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തതേ ഉള്ളൂ. ശരി, നിങ്ങൾക്ക് പോകാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിച്ചോളാം. പിന്നെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി കിട്ടും. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കണം. ശരി സർ എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോവാണ്. രചന അപ്പൊ തന്നെ ആകാശിനെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്. ആകാശ് അപ്പൊ തന്നെ ആകെ നെട്ടി നിൽക്കാട്ടോ. ആകാശിന്റെ പെരുമാറ്റത്തിൽ അപ്പൊ തന്നെ രചനക്ക് സംശയം തോന്നാണ്. ആദിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ആകാശ് തീർത്ത പണി തന്നെയാണെന്ന്. കാരണം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആകാശ് തന്നെയാണ് ഇത് ചെയ്തത്. ആദിക്ക് നന്നായിട്ട് അറിയാം. ആദ്യ ഈ കാര്യം അപ്പൊ തന്നെ മഹേഷിനെ വിളിച്ച് പറയുന്നുണ്ട്. മഹേഷ് പറയുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട മോനെ, ആകാശാണ് ഇത് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ അവനെ കിട്ടിയിരിക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദീനെ സമാധാനിപ്പിക്കുകയാണ് മഹേഷ് കേട്ടോ. ശേഷം മഹേഷ് ഈ കാര്യം സാന്ദ്ര എടുത്ത് പറയുന്നുണ്ട്. സാന്ദ്ര പിന്നെ എന്തായാലും ഈ കേസ് അന്വേഷിക്കാതിരിക്കില്ലല്ലോ. സാന്ദ്ര അന്വേഷിക്കുകയും ഇതിനെ പിന്നിലും ആകാശാണെന്ന് തെളിയിക്കുകയും ചെയ്യും. പിന്നീട് രചനയും ആകാശും തമ്മിൽ ശത്രുക്കളെ പോലെ ആകും. അപ്പോഴും ആകാശ് പറയാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, എന്നെ ബലം പ്രയോഗിച്ച് അവള് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു, അപ്പൊ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തള്ളി, അപ്പൊ അവള് മരിച്ചു പോയതാണ്, മനഃപൂർവ്വം അല്ല എന്നൊക്കെ ആയിരിക്കും ആകാശ് പറയാൻ പോണത്. എന്തായാലും സുമിയുടെ കൊലപാതകത്തിന്റെ കേസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതേസമയം ഇഷിതയ്ക്ക് പുതിയൊരു തലവേദനയും കൂടി വന്നിട്ടുണ്ടല്ലോ. ആദ്യ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി ആദ്യ ഇഷിതയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് കേട്ടോ. അതും പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി നമ്മൾ, നല്ല നല്ല ഭാഗങ്ങളെന്നല്ല, ഒരുപാട് സസ്പെൻസ് ഉള്ള ഭാഗങ്ങളാണ് ഇനി കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ഇഷ്ട സീനായ ടീച്ചറമ്മയുടെ റിവ്യൂ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇനിയും ടീച്ചറമ്മയുടെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.